ഏത് സർക്കാരാണെങ്കിലും നമ്മുടെ ആളുകളെ സംരക്ഷിക്കാനും അവരെ ഏഹ്, ജയിലിൽ നിന്ന് വിമോചിപ്പിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ചിലർക്ക് വിജയമായിരിക്കും, ചിലർക്ക് വിജയമായെന്ന് വരില്ല. പക്ഷെ ഇത് വളരെ ഒരു ഗൗരവതരമായ ഒരു കാര്യമായിട്ടാണ് ഖത്തർ എടുത്തിരുന്നത്. കാരണം അവരെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, അവർക്ക് വധശിക്ഷ നൽകുകയും കൂടി ചെയ്തു. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടുകാർ പല ജയിലുകളിലും ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് മലയാളികളില്ലാത്ത ജയിൽ ലോകത്തില്ല. അബദ്ധം പറ്റുന്നതായിരിക്കാം, അല്ലാതെ മനഃപൂർവ്വം അവരെ ദ്രോഹിക്കാൻ ശ്രമിക്കാറില്ല മലയാളികൾ. അപ്പോൾ ഇത് വളരെ ഗുരുതരമാകാൻ കാരണം ഈ 8 പേരെ ഒന്നിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളതാണ്. അതിനെന്താണ് കാരണമെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഗവൺമെന്റിനോട് പറഞ്ഞു കാണും, പക്ഷെ ഗവൺമെന്റ് അത് പുറത്തുവിട്ടിട്ടില്ല. അവർ പറഞ്ഞത് ഇവർ ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി ചെയ്തു എന്നാണ്. അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇവർ ഒമാൻ ഗവൺമെന്റ് നിയമിച്ചതാണ്. എന്നിട്ട് ഖത്തറിന് അവര് ലോൺ ചെയ്തതാണ്. ഖത്തറിൽ പോയി അവിടെ ഇറ്റാലിയൻ സബ്മറീൻസ് ഖത്തർ നേവിയിലേക്ക് എടുക്കാനുള്ള ശ്രമമായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടോ ഒരു ബന്ധമോ മറ്റാളുകളുമായിട്ട് രഹസ്യം കൊടുക്കാനുള്ള സാധ്യതകളോ ഒന്നുമില്ല. അപ്പോൾ ഒന്നുകിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അല്ലെങ്കിൽ അവർ മറ്റെന്തോ ചെയ്ത ഒരു തെറ്റിനെ അവരെ ശിക്ഷിക്കാൻ ശ്രമിച്ചതാണ്. എന്തായാലും കുറേ മാസങ്ങൾ അവർ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഏകദേശം കുറേ മാസങ്ങൾ അവർ വധശിക്ഷയ്ക്ക് വിധിച്ചവരായും കഴിഞ്ഞിരുന്നു. അപ്പോൾ വളരെ പ്രയാസമുള്ള, ഇന്ത്യക്ക് മാത്രമല്ല അവരുടെ ഫാമിലീസിനെല്ലാം വലിയ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. അത് നമ്മുടെ ഗവൺമെന്റ് ശക്തമായി എടുത്തു. ഏത് രാജ്യത്തായാലും നമ്മൾ ശക്തമായി തന്നെ എടുക്കും. പക്ഷെ അതിന്റെ വിവരം അറിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ വിജയിക്കുന്നുള്ളൂ. പക്ഷെ ഇക്കാര്യത്തിൽ ഇന്നും നമുക്കറിയില്ല അവർക്കെതിരായിട്ടുള്ള കുറ്റം ചാർജ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി ഖത്തർ അമീറിനോട് സംസാരിച്ചു ദുബായിൽ വെച്ച്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28 ദുബായിൽ നടന്നപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സംസാരിച്ച് കാണുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവരെ ഇതിൽ നിന്ന് അവരെ വധശിക്ഷ മാറ്റി ആദ്യം. അപ്പോൾ അത് തന്നെ ഒരു വലിയ വിജയമായിരുന്നു. അവരെ വധിക്കുകയില്ല എന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവരെ മുഴുവനായിട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ, ചർച്ചകളൊക്കെ നടന്നു കാണും. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കാണും. അതിനെന്തെങ്കിലും പരിഹാരം ചെയ്തു കാണും എന്നൊക്കെ വിചാരിക്കാനേ കഴിയുള്ളൂ. പക്ഷെ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം തന്നെയാണ്. കാരണം ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഈ പരമാധികാരം അവിടുത്തെ രാജാവിനായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ആർഗ്യൂ ചെയ്യാം. പക്ഷെ അവിടെ കോടതിയുണ്ട്. അതുപോലെ കുറേ വർഷങ്ങളായിട്ട് 10, 25, 30 വർഷമായിട്ട് അവർ വധശിക്ഷ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം അതായിരുന്നിരിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ അവരെന്തോ ചെയ്ത ഒരു കുറ്റം അത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അവർ തിരിച്ചു വന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അത് നമ്മുടെ ഗവൺമെന്റിനും അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. അതുപോലെ അമീറിനും, ഖത്തർ അമീർ തന്നെ വളരെ ഭംഗിയായി ഇത് കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് പൊതുവെ തൃപ്തികരമായ ഒരു അനുഭവമാണ്. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ആളുകൾ ജയിലുകളുണ്ട്, പല സ്ഥലങ്ങളിലും വിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നിയമം പാലിക്കണമെന്നാണ്. അപ്പോൾ അവരുടെ നിയമത്തിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവരെ കുറ്റം ചാർത്താൻ സാധ്യതയുണ്ട്. അതിന് നമുക്ക് എഗ്രിമെന്റ്സ് ഉണ്ട്. പലപ്പോഴും ആരെങ്കിലും കുറ്റം ചെയ്താൽ തന്നെ അവരെ ഇന്ത്യയിലേക്ക് അയച്ച് ഇന്ത്യയിലെ ജയിലിൽ താമസിക്കാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺവെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അതുപോലൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷേ കുറ്റം മുഴുവൻ പിൻവലിച്ചതിന് ശേഷമാണ് അവരെ അയച്ചിരിക്കുന്നുള്ളതുകൊണ്ട് ഗവൺമെന്റ് വേണ്ടി ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചാരവൃത്തി ചെയ്തില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ട്. ചാരവൃത്തി ഏതെങ്കിലും സമ്മതിക്കില്ലല്ലോ. അപ്പോൾ എന്തോ തെറ്റിദ്ധാരണയായിരുന്നു, അത് ഇല്ലാന്ന് മനസ്സിലായിട്ടാണ് അവരുടെ കോർട്ട് സിസ്റ്റവും അമീറും വധശിക്ഷ മാറ്റിയത്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർ വധശിക്ഷ ആർക്കും കൊടുക്കാറില്ല. അതൊരു പണിഷ്മെന്റ് എന്ന് അനൗൺസ് ചെയ്യുന്നതല്ലാതെ വധശിക്ഷ പ്രാബല്യത്തിൽ വരുത്താറില്ല കുറേ വർഷങ്ങളായി. എന്ന് പറയാൻ പറ്റില്ലല്ലോ. എത്രയോ വർഷങ്ങളായിട്ട്, 75 വർഷമായില്ല. പല പ്രൈം മിനിസ്റ്റേഴ്സും ഉണ്ട്, പല ഗവൺമെന്റുകളും ഉണ്ടായിട്ടുണ്ട്, പല പോളിസിയും ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്ന കാലത്ത് കൂടി നമ്മൾ കടന്നുപോയിട്ടുണ്ട്. യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. 1991 ചൈനീസ് അഗ്രഷൻ, അത് കഴിഞ്ഞ് പാകിസ്ഥാനുമായിട്ട് യുദ്ധം, ബംഗ്ലാദേശ് യുദ്ധം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അത് ആ സമയത്തെല്ലാം അധികാരത്തിൽ ഇരുന്നവരെല്ലാം ഇന്ത്യയുടെ ഗുണത്തിന് വേണ്ടിയും ഇന്ത്യക്കാരുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. വലിയ പരാജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. യുദ്ധമൊക്കെ നമ്മൾ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലുണ്ട്. അപ്പം പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്നു.
എല്ലാവരോടും സഹകരിക്കുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒരു കുറച്ചും കൂടി ഒരു ഇഫക്റ്റീവ് പ്രൈം മിനിസ്റ്റർ ആണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിനുള്ള പാർലമെന്ററി മെജോറിറ്റി അത് വളരെ ഫാക്ടറാണ്. അപ്പൊ പിന്നെ ഇന്ത്യയുടെ എത്ര മില്യൺ ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതാത് കാലത്തിന്റെ സംഭാവനകളാണ്, അതാത് പ്രധാനമന്ത്രിമാരുടെയും. അത് ഒറ്റയാളിന്റെ നേതൃത്വം കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. ഇല്ല, അതൊരു പാകിസ്ഥാനിലെ അവരുടെ ഇന്റേണൽ കാര്യമല്ല. പല പ്രധാനമന്ത്രിമാരും വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ. അത് വലിയ വ്യത്യാസമൊന്നും നമുക്കുണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഭരിക്കുന്നത് ഈ പ്രധാനമന്ത്രിമാരൊന്നുമല്ല, സൈന്യമാണ് ഭരിക്കുന്നത്. അപ്പൊ സൈന്യം ഓരോരുത്തരെ പ്രധാനമന്ത്രിയാക്കുന്നു, പറഞ്ഞയക്കുന്നു, ജയിലിലാക്കുന്നു, തൂക്കിക്കൊല്ലുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരെയും തമാശയായിട്ട് പറയുന്നത് മറ്റു രാജ്യങ്ങൾക്ക് ഒരു ആർമി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ആർമിക്ക് ഒരു രാജ്യം ഉണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആർമിയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇപ്പോഴൊരു വലിയ അതിശയമുണ്ടായിരിക്കുന്നത് ആർമി പരാജയപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ്. അതാരും പ്രതീക്ഷിച്ചതല്ല. ഇമ്രാൻഖാനെ പ്രധാനമന്ത്രിയാക്കാൻ അവർക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ഇമ്രാൻഖാൻ അവർക്കെതിരായി പ്രവർത്തിച്ചു എന്ന് അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇമ്രാൻഖാൻ തോൽക്കും. കാരണം ആർമി വളരെയധികം അതിൽ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തോൽക്കുമെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ എല്ലാവർക്കും അതിശയമായിട്ട് അദ്ദേഹത്തിന് കുറെ മെജോറിറ്റി കിട്ടി. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാവാനൊന്നും അവർ സമ്മതിക്കില്ല. ആർമിയാണ് ഫൈനൽ അതോറിറ്റി. അപ്പൊ നമ്മളിപ്പോൾ കേൾക്കുന്നത് നവാസ് ഷെരീഫും ബിസ്വാൽ ഭുട്ടോയുടെ മകനും പ്രൈം മിനിസ്റ്റർ ഭുട്ടോയുടെ മകനും കൂടി ചേർന്ന് ഒരു കോalition ഉണ്ടാക്കുമെന്നും അവർ അധികാരത്തിൽ വരുമെന്നും അവർക്ക് ആർമിയുടെ സപ്പോർട്ട് കിട്ടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ ഇനിയും അറിയാനുണ്ട്, കുറേ ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഇത് വ്യക്തമായി അറിയാൻ കഴിയൂ. പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഇങ്ങനെ തന്നെ തുടരും. കാരണം അവർക്ക് കാശ്മീർ ഇഷ്യൂ കോർ ഇഷ്യൂ ആണെന്ന് പറയുന്നു. നമ്മളാണ് കാശ്മീർ കാര്യത്തിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. അതുകൊണ്ട് ഈ ബന്ധം ഇങ്ങനെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകും. അല്ലാതെ ഒരു വ്യത്യാസം ഇതുകൊണ്ട് വരാൻ പോകുന്നില്ല. അത് ആർക്കും പ്രവചിക്കാൻ കഴിയാത്തതാണ്. കാരണം ഇസ്രായേൽ പറയുന്നത് ഇവരെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് ഗാസ മുഴുവനായിട്ട് ഒഴിയിക്കണം, അതുപോലെ ഹമാസിനെ നശിപ്പിക്കണം. ഇതൊക്കെ വലിയ വലിയ ഉദ്ദേശങ്ങളാണ്, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിന് ബദലായി ചെയ്യേണ്ടത് ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രായേലും പാലസ്തീനും സ്വതന്ത്രരാകണം എന്നുള്ളതാണ്. അപ്പൊ അതിനെ അവരൊട്ടും അംഗീകരിക്കുന്നില്ല. അമേരിക്ക പോലും അംഗീകരിക്കുന്നുണ്ട് ഈ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ വേണം. അപ്പൊ എല്ലാ ലോകത്തുള്ള കൂടുതൽ രാജ്യങ്ങളും അതിനാണ് ശ്രമിക്കുന്നത്. ഒരു പാലസ്തീൻ രാജ്യം, ഒരു പാലസ്തീൻ അതോറിറ്റി ഇപ്പൊ തന്നെ ഉണ്ട് വെസ്റ്റ് ബാങ്കിൽ. പക്ഷെ അവർക്ക് വലിയ അധികാരമൊന്നുമില്ല. പാലസ്തീനികൾ ഇപ്പോഴും ഇവരുടെ തടവുകാരായിട്ടാണ് ഇസ്രായേലിൽ താമസിക്കുന്നത്. അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഹമാസ് ഈ യുദ്ധം തുടങ്ങിയത്. അവരാണല്ലോ തുടങ്ങിയത്. സാധാരണ ഇസ്രായേലാണ് തുടങ്ങുന്നത്. ഇവരെ തുടങ്ങാനുള്ള കാരണം ഇസ്രായേലും അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലും UAE ആയിട്ട്, ഇസ്രായേലും മൊറോക്കോയുമായിട്ട്, അങ്ങനെ ധാരാളം അറബ് രാജ്യങ്ങളായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അതിനടുത്ത സ്റ്റെപ്പ് സൗദി അറേബ്യയും അമേരിക്കയും UAEയും എല്ലാം കൂടെ ചേർന്ന് ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പാലസ്തീൻ ഒരിക്കലും കാണില്ല. ആ ഭയം കൊണ്ടാണ് ഹമാസ് ഇപ്പൊ അറ്റാക്ക് ചെയ്തത്. അതവർ വിജയിച്ചു. കാരണം ഇപ്പോൾ അറബുകാരെല്ലാം അറബ് രാജ്യങ്ങൾ പറയുന്നത് പാലസ്തീൻ്റെ പ്രശ്നം പരിഹരിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്നാണ്. അപ്പൊ അവരുടെ ഉദ്ദേശം അതായിരുന്നു. 25,000-26,000 ആളുകൾ മരിച്ചു. എന്നാലും അവർ ഉദ്ദേശിച്ച ഫലം കിട്ടി അതിന്.